പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നൊരു ചെയിൻ സ്വർണ്ണമാല കളഞ്ഞു കിട്ടി. പോയ ആൾക്ക് തിരിച്ച് കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. വർക്കല സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ SI അവരെ മുതലേ അവർ കഷ്ടപ്പെട്ട മുതൽ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാലും വേണ്ടില്ല, ഇത് നഷ്ടപ്പെട്ടവർ കയ്യിൽ തന്നെ ഇത് കിട്ടണം. നമസ്കാരം. കാപട്യം നിറഞ്ഞൊരു ലോകത്ത് നന്മയുള്ളൊരു ഹൃദയമായതാണ് എൻ്റെ കുറ്റമെന്ന് പണ്ട് ഏതൊരു മഹാത്മാവ് പറഞ്ഞിട്ടുണ്ട്. അത് ആരാണ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഏതായാലും നമ്മുടെ ഇപ്പോഴത്തെ സ്വർണ്ണ വിലയൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു പവന് 1,00,000 രൂപയ്ക്ക് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയും വലിയ വിലയാണ് ഇപ്പോൾ സ്വർണ്ണത്തിനുള്ളത്. നിങ്ങളെയും പോലെ ഒരു സാധാരണക്കാരൻ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഇത്തരമൊരു സ്വർണ്ണമാല കയ്യിൽ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും പ്രാരാബ്ധമുള്ള നമ്മളെപ്പോലെ വളരെ മിഡിൽ ഫാമിലി പ്രാരാബ്ധമുള്ള കയ്യിൽ ഒരു സ്വർണ്ണമാല കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു സത്യസന്ധത എന്ന ഒരു കാര്യം അവരുടെ മുമ്പിൽ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ മറഞ്ഞു പോകും. മിക്കവാറും കാശാക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ അടുത്തിരിക്കുന്ന അൻസാർ എന്ന ചേട്ടൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അദ്ദേഹം വർക്കല ബീച്ച് വരെ പോയി അവിടെ വെച്ച് പറഞ്ഞ ഏരിയയിൽ വെച്ചൊരു സ്വർണ്ണമാല കളഞ്ഞ് കിട്ടി. ഇത്രയും പ്രാരാബ്ധങ്ങളുണ്ടായിട്ട് പോലും ഒരു വലിയ കുടുംബമാണ്, ഓട്ടോ ഓടിച്ചുള്ള വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്, പ്രവാസിയായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കാനുള്ള മനസ്സ് കാണിച്ചു. ഇന്ന് അൻസാർ ചേട്ടനും കുടുംബത്തോടൊപ്പമാണ് വിസ്മയ ന്യൂസ് ടീം. ഏതായാലും അൻസാർ ചേട്ടൻ പറയാം, എങ്ങനെ സംഭവം എങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ചേട്ടാ? ഇത് ഞായറാഴ്ച 16-ാം തീയതി ഞായറാഴ്ച ബീച്ചിൽ പോയായിരുന്നു. ബീച്ചിൽ പോയിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ 7:45 8 മണി രാത്രി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നൊരു ചെയിൻ സ്വർണ്ണമാല കളഞ്ഞു കിട്ടി. അത് പുതിയ റിസോർട്ടിൻ്റെ അടുത്ത് വണ്ടി ഇപ്പം പാർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിന്നാണ് കിട്ടിയത്. അതപ്പോൾ കിട്ടിയപ്പോൾ സ്വർണ്ണമാണെന്ന് അറിയാൻ രാത്രിയായിരുന്നു. അതങ്ങനെ നോക്കിയിട്ട് വീട്ടിൽ വന്നു. സ്വർണ്ണമാണെന്ന് കൺഫേം ചെയ്ത ശേഷം ഇത് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് അർഹതപ്പെട്ട് പോയവർക്ക് എങ്ങനെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആലോചിച്ച് ഞാനും എൻ്റെ മരുമകനും വൈഫും മകളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കൂടെ കൂടി ആലോചിച്ച് ഇത് ചാനലുകാർക്ക് കൊടുത്ത വിവരം പബ്ലിസിറ്റി ചെയ്താൽ കളഞ്ഞു പോയവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് ആദ്യം കല്ലമ്പലം ന്യൂസിനെ അറിയിക്കുകയാണ് ചെയ്തത്. ഇവിടെ വന്ന് ലൈവ് ഇട്ടു. ഇതുവരെ സാധനം അർഹതപ്പെട്ടവർ വന്നിട്ടില്ല. വർക്കല സ്റ്റേഷനിൽ സാധനം പിറ്റേന്ന് കൊണ്ട് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുകയാണ്. കല്ലമ്പലം സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തപ്പം അവർ പറഞ്ഞു വർക്കലയിൽ നിന്ന് കിട്ടിയ സാധനമായതുകൊണ്ട് ഇത് വർക്കല സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ SI ഓട്ടോ പോയി. എന്നാലും വേണ്ടില്ല, ഇത് നഷ്ടപ്പെട്ടവർ കയ്യിൽ തന്നെ ഇത് കിട്ടണം. തീർച്ചയായിട്ടും അവർ അന്നത്തെ രാത്രി ഉറങ്ങി കാണത്തില്ല. അത് നമുക്കറിയാം, സാധാരണക്കാർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളതല്ലാത്തത് കൊണ്ട് ആ സാധനം അർഹതപ്പെട്ട അവരുടെ കയ്യിൽ തന്നെ കിട്ടട്ടെ എന്ന് എന്നും പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ 4 ദിവസമായി ഇതുവരെ അവിടുന്ന് ഒരു വിളിയോ അല്ലെങ്കിൽ സാധനം. അപ്പോൾ SI പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാധനത്തിൻ്റെ ആ ഉടമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇതുവരെ സാധനത്തിന് ആൾ വന്നിട്ടില്ല എന്നാണ്. ഏകദേശം 1 പവന് പുറത്തുണ്ടായിരുന്നു. 1.5 ലക്ഷം രൂപ അകത്ത് വരും. 1,03,000 രൂപയുടെ 1,03,000 രൂപ പറഞ്ഞു. ഈ ചേട്ടൻ ഇതിനുമുമ്പ് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു? പണ്ട് അങ്ങനെ ആരെയൊന്നും അങ്ങനെ അവരെ അല്ലാത്ത മുതലൊന്നും അവർ അങ്ങനെ അർഹതപ്പെട്ട അല്ലാത്തതൊന്നും എടുക്കത്തില്ല. അവരെ മുതലേ അവർ കഷ്ടപ്പെട്ട മുതൽ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതെ, ഇല്ല. മോളെ വിവാഹം കഴിച്ചു, പിന്നെ മോനുണ്ട്. ഫ്രൂട്ട്സ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറ്റും. കാരണം ഇടയ്ക്ക് നമ്മുടെ കല്ലമ്പലത്ത് ഫ്രൂട്ട് സ്റ്റാൾ നടത്തുന്ന ഒരു പയ്യനും അവിടുത്തെ വ്യാപാരികളുമായിട്ട് വലിയ വിഷയമൊക്കെ ആയി പോലീസൊക്കെ വന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അത് ചേട്ടൻ്റെ മോനാണല്ലേ? അത് എൻ്റെ മകനാണ്. ഫ്രൂട്ട്സ് പെട്ടിയാട്ടോയിൽ കല്ലമ്പലം പള്ളിയുടെ ഭാഗത്ത് കച്ചവടം ചെയ്യുകയാണ് ചെയ്തത്. അതൊരു സമയത്ത് ഇപ്പോൾ ഏകദേശം 1 വർഷം അടുപ്പിച്ചായി വ്യാപാരി വ്യവസായികൾ വന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ലെന്നും അങ്ങനെ ഭയങ്കര വിഷയങ്ങളായതാണ്. ഇപ്പോൾ എന്തായാലും അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. വാപ്പാക്ക് നല്ല മനസ്സ് തന്നെയാണ്. മുമ്പേ അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. നമ്മൾ ഒരുമിച്ചായിരുന്നു ബീച്ചിൽ പോയത്. അപ്പോഴേ കിട്ടിയപ്പോൾ ഉടനെ
എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ മാല കിട്ടിയത്. അപ്പോൾ ഉടനെ അത് വാപ്പാടുത്ത് കൊണ്ട് കൊടുത്ത്, കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ മാല ഒരെണ്ണം കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇത് എന്തായാലും നമുക്കിത് എടുക്കുന്നില്ല, ഇത് പോയ ആൾക്ക് തിരിച്ച് കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ വാപ്പ പറഞ്ഞെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ, വീട്ടിൽ ചെന്നിട്ട് സ്വർണ്ണമാണോ നമ്മൾ നോക്കിയില്ലായിരുന്നു, രാത്രിയല്ലേ, പിന്നെ വന്ന് നോക്കിയപ്പം സ്വർണം തന്നെ. അങ്ങനെ കല്ലമ്പലം മീഡിയ വാപ്പ തന്നെ വിളിച്ചു വരുത്തി ലൈവ് ഇട്ട്, പിന്നെ പിറ്റേന്ന് വാപ്പായും അതിൻ്റെ ഹസ്ബൻഡും കൂടെ പോയി സ്റ്റേഷനിൽ കൊണ്ട് മാല കൊടുക്കുകയും ചെയ്തത്. ഇത് ഒരു പവനും എത്ര ഗ്രാം ഉണ്ടാവും? 300 മില്ലി അല്ലേ? ഏതായാലും നമ്മുടെ മാന്യ പ്രശസ്തതയ്ക്ക് ഈ പറയുന്ന ദിവസം ഏതാ ഇത് കിട്ടിയ ദിവസം? 16-ാം തീയതി ഞായറാഴ്ച. 16-ാം തീയതി ഞായറാഴ്ചയാണ് ഈ സംഭവം നടന്നത്. എത്ര മണിയാക്കണം ഏകദേശം? 8 മണി രാത്രി 8 മണിയോട് കൂടി. ഒന്നും കൂടെ ഓർക്കുക, 16-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിയോട് കൂടി വർക്കല ഈ പറയുന്ന പാർക്കിംഗ് സൈഡിൽ വെച്ചിട്ട് ഒരു മാല നമ്മുടെ അൻസാർ ഏട്ടന് കളഞ്ഞു കിട്ടി. അദ്ദേഹം ഇപ്പോൾ അത് വർക്കല സെറ്റിന് സൂക്ഷിച്ചിട്ടുണ്ട്. മതിയായ തെളിവുകളുമായി ചെല്ലുകയാണെങ്കിൽ ആ മാല തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. ഇതൊരു ഇൻഫർമേഷനാണ്. ഇനി എൻ്റെ അടുത്ത കടമ കൂടിയുണ്ട്, അൻസാറൊക്കെ അഭിനന്ദിക്കുക എന്നുള്ള കടമ. ഏതായാലും ഇത്രയും നന്മയുള്ള മനുഷ്യരെയൊക്കെ കണ്ടു കിട്ടാൻ വളരെ പ്രയാസമാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ. എല്ലാവരും സെൽഫിഷായിട്ട് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യും, അങ്ങനെ ജീവിക്കുകയും സ്വന്തം സഹോദരങ്ങളെ അച്ഛനമ്മയും പോയി നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കാൻ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ സമയത്താണ് ഇത്തരം ഒരു നന്മവൃക്ഷം അദ്ദേഹം തനിക്ക് കിട്ടിയ ഈ സ്വർണ്ണം മുതൽ തിരികെ ഏൽപ്പിക്കാനുള്ള സന്മനസ് കാണിച്ചത്. അദ്ദേഹത്തിന് വിസ്മയസിൻ്റെ വക എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിസ്മയസിനുണ്ട് ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.